പുറത്ത് കിട്ടിയാൽ തീർക്കും ഞാൻ, കൊന്നുകളയും. അധ്യാപകനെതിരെ കൊലവിളി നടത്തിയ +1 വിദ്യാർത്ഥിക്ക് ഇപ്പോൾ മാനസാന്തരത്തിൻ്റെ വഴിയാണ്. ഫോൺ വാങ്ങി വെച്ച് വഴക്ക് പറഞ്ഞതിൻ്റെ ദേഷ്യത്തിൽ പറഞ്ഞു പോയതാണ് സാറേ. മാപ്പ് പറയണമെന്ന് വിദ്യാർത്ഥി. അധ്യാപകരുടെ പരാതിയിൽ കേസ് എടുക്കില്ല എന്ന് പോലീസും. എന്നാൽ ഈ വീഡിയോ പ്രചരിപ്പിച്ചതിൻ്റെ പേരിൽ അധ്യാപകർക്കെതിരെ ഒരുപറ്റം ആളുകൾ ഇങ്ങനെയാണോ ശിക്ഷിക്കേണ്ടത്, ആ കുട്ടിയുടെ വീഡിയോ പുറത്തിടാമോ എന്നൊക്കെ ചോദിക്കും. പല ഷോയുടെയും ഭാഗമായിട്ട് ഒരുപാട് അധ്യാപകരെ കാണാറുണ്ട്, പരിചയപ്പെടാറുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് അധ്യാപക സുഹൃത്തുക്കളുമുണ്ട്. ഈ അധ്യാപനം എന്ന് പറയുന്നത് ഒരു പാഷനായി കണ്ട് സാലറി കൂടുതലുള്ള, സൗകര്യങ്ങൾ കൂടുതലുള്ള മറ്റു ജോലികൾ ലഭിച്ചിട്ടും അതിന് പോകാതെ അധ്യാപകരായി പ്രവർത്തിക്കുന്ന ഒരുപാട് പേര് എനിക്കറിയാം. അങ്ങനെ ഒരു അധ്യാപകനായി ഒരു സുഹൃത്തിനെ കഴിഞ്ഞിടയ്ക്ക് കണ്ട സമയത്ത് ഞങ്ങളുടെ ഈ സ്വകാര്യ സംസാരങ്ങൾക്കിടയിൽ, വിശേഷങ്ങൾക്കിടയിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഞാൻ പ്രേക്ഷകരോട് പങ്കുവയ്ക്കാം. ഞങ്ങൾ പരസ്പരം വിശേഷങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു. പക്ഷേ മുമ്പത്തെ പോലെയല്ല. ജോലിയെക്കുറിച്ച് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് പണ്ടത്തെ ഉഷാറൊന്നുമില്ല. ജോലിയൊക്കെ മടുത്തു. ഇടയ്ക്ക് ജോലി ഉപേക്ഷിച്ച് മറ്റെന്തെങ്കിലും കാര്യത്തെക്കുറിച്ചൊക്കെ ആലോചിക്കുകയും ചെയ്തു. പക്ഷെ അതൊന്നും ഇനി പറ്റില്ല. ഇനിയും എങ്ങനെയെങ്കിലും ഒന്ന് റിട്ടയർമെൻറ്റിലേക്ക് പോയി ആ ജോലിയിൽ നിന്നങ്ങ് പോയാൽ മതി എന്നൊരു ചിന്തയാണ്. പഴയ കാലമല്ല. കുട്ടികളൊക്കെ ഒരുപാട് അങ്ങ് മാറിപ്പോയി. സത്യത്തിൽ സ്കൂളിലേക്ക് ചെല്ലാൻ തന്നെ പേടിയാണ്. എപ്പോഴാണ് ഈ പിള്ളേർ നമ്മുടെ ദേഹത്ത് കൈവെക്കുക എന്ന് പറയുന്നതിനെക്കുറിച്ചിട്ട് ഒരു ഐഡിയ ഇല്ല. മാതാപിതാക്കളോടാണെങ്കിൽ ഒന്നും പറയാനും പറ്റില്ല. ഡൊണേഷൻ കൊടുത്തിട്ടുള്ള മാനേജ്മെൻറ്റിൻ്റെ സപ്പോർട്ടും ഉണ്ട്. മറ്റ് സ്കൂളുകളോടുള്ള കോമ്പറ്റീഷൻ വേറെയുണ്ട്. ഒന്നിലും പെടാതെ എല്ലാം കണ്ടിട്ടും പ്രതികരിക്കാൻ പറ്റാതെ പേടിച്ച് ജീവിക്കേണ്ട സാഹചര്യമാണ്. സത്യത്തിൽ മടുത്തട. സ്കൂളിലെ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളാണ്. ഇതൊക്കെ കേട്ടപ്പോൾ പിള്ളേരൊക്കെ ഇത്ര പ്രശ്നക്കാരാണോ എന്നാണ് ഞാൻ ചിന്തിച്ചത്. അദ്ദേഹവും കുട്ടികളും തമ്മിലുള്ള ജനറേഷൻ ഗ്യാപ്പിൻ്റെ പ്രശ്നങ്ങളായിരിക്കുമെന്നൊക്കെ ഞാൻ അങ്ങോട്ട് കരുതി. പക്ഷേ അദ്ദേഹത്തിൻ്റെ അവസ്ഥ എന്താണ് എന്ന് ഈ അടുത്ത് ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് വ്യക്തവുമായി. ഇതിനോടകം നിങ്ങളിലെ പല ആളുകളും ആ വീഡിയോ കണ്ടിട്ടുണ്ടാവും. തൻ്റെ മൊബൈൽ ഫോൺ മേടിച്ച് വെച്ച് അധ്യാപകനോട് വിദ്യാർത്ഥി കൊലവിളി നടത്തുന്നു. ഒട്ടും മര്യാദയില്ല എന്ന് മാത്രമല്ല, ഭീഷണി സ്വരത്തിൽ അവൻ അദ്ദേഹത്തോട് പറയുന്നു. ചിലപ്പോൾ ഒരു ഇമ്പൾസീവായിട്ടുള്ളൊരു ബിഹേവിയറിൻ്റെ ഭാഗമായിട്ട് കുട്ടികളിൽ നിന്നുണ്ടായതായിരിക്കും. അധ്യാപകനെ പുറത്ത് കിട്ടിയാൽ തീർക്കും, കൊന്നിടുമെന്നൊക്കെയാണ് പറയുന്നത്. വീഡിയോ പ്രചരിപ്പിക്കപ്പെട്ടതിൻ്റെ പേരിൽ അധ്യാപകർ ക്രൂശിക്കപ്പെടുന്നുണ്ട്. യഥാർത്ഥത്തിൽ നിവൃത്തികേട് കൊണ്ട് പലപ്പോഴും പല അധ്യാപകരും പലതും ചെയ്യാറുണ്ട്. അത് സത്യമാണ്. നമ്മൾ ഇന്നത്തെ കാലത്തെ കുട്ടികളെ മോശമെന്ന് പറഞ്ഞ് അവരെ തള്ളിക്കളയാനായിട്ട് പറ്റില്ല. നമ്മൾ ഈ അധ്യാപകരെ കുറ്റം പറയുന്നതിന് മുമ്പ് ഒന്ന് വിചിന്തനം നടത്തുന്നത് വലിയ കാര്യമായിരിക്കും. കാര്യം ഓരോ മാതാപിതാക്കളും തൻ്റെ കുട്ടികളെ സ്കൂളിലേക്ക് വിടുന്നത് വിദ്യകൾ പഠിക്കാനും നല്ല മാർക്കുകളോടുകൂടി ജയിച്ച് അടുത്ത തലങ്ങളിലേക്ക് ഉയർന്നുയർന്നു പോകാനായിട്ടും ജീവിതത്തിൽ നല്ല പ്രൊഫഷൻ ഉണ്ടാകാൻ വേണ്ടിയിട്ടും ഒക്കെയാണ്. എന്നാൽ മാതാപിതാക്കൾ ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങളെല്ലാവരും ജോലി തിരക്കുകളുടെ പ്രാരാബ്ധങ്ങളുടെ ഇടയിലാണ്. അതിനിടയിൽ രാവിലെ ജോലി സ്ഥലങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് കുട്ടികളെ സ്കൂളിലേക്ക് പറഞ്ഞയക്കുക എന്ന് പറയുന്ന ഒരു വലിയ പ്രോസസ്സ് ചെയ്തതിന് ശേഷം നിങ്ങൾ നേരെ നിങ്ങളുടെ തൊഴിലിടങ്ങളിലേക്ക് പോകുന്നു. നിങ്ങൾ അവിടെ വ്യാപൃതനാണ്. ഇതിനിടയിൽ കുട്ടികൾ അവരുടെ സ്കൂൾ പരിപാടികളൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്നു. പിന്നീട് നിങ്ങളും ക്ഷീണിതനായി തിരിച്ച് നിങ്ങളുടെ വീടുകളിലേക്ക് വന്ന് ചേക്കേറുന്നു. അതിനിടയിൽ മാതാപിതാക്കളും കുട്ടികളും തമ്മിലുള്ള ചെറിയ ഒരു കമ്മ്യൂണിക്കേഷൻ മാത്രമാണുള്ളത്. യഥാർത്ഥത്തിൽ നമ്മളൊന്ന് ചിന്തിക്കുക. പണ്ട് കാലങ്ങളിലൊക്കെ മനുഷ്യൻ, ഈ പേരൻസ് എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഒരാൾ വീട്ടിലുണ്ടാവും. കുട്ടികൾ പോയാലും കുട്ടികൾ വന്നാലും കുട്ടികൾക്ക് വേണ്ടി പലഹാരങ്ങൾ ഉണ്ടാക്കിയും ഒക്കെ കാത്തിരുന്നൊരു കാലമുണ്ട്. ഈ കുട്ടികളുടെ ഇച്ഛകളും കുട്ടികളുടെ രീതികളിലുണ്ടാകുന്ന മാറ്റങ്ങളും ഒക്കെ കൃത്യമായിട്ട് മനസ്സിലാകുന്ന മാതാപിതാക്കൾ ഒരുപാടുണ്ടായിരുന്നു. ഇന്ന് തിരക്ക് പിടിച്ച ജോലി തിരക്കുകൾക്കിടയിലും ആ ജോലിയിടങ്ങളിലെ ടെൻഷനും സ്ട്രെസ്സുമൊക്കെ കൊണ്ട് വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഈ കുട്ടികളെ വേണ്ട രീതിയിൽ നോക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നതാണ് പേരൻസിനുണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നം. പേരൻസിനെ കുറ്റം പറയാൻ പറ്റില്ല. പക്ഷേ വിദ്യ അഭ്യസിക്കാനായിട്ടൊരു സ്കൂളിലേക്ക് വിടുമ്പോൾ ആ സ്കൂളിൽ നിന്ന് എല്ലാം പഠിക്കാനും എല്ലാം സ്വായത്തമാക്കാനായിട്ടും സാധ്യമാകുമെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അവിടെ 50% പോലും സ്കൂളിൽ നിന്ന് നമുക്കൊരു വിദ്യകളും പഠിക്കാൻ പറ്റില്ല എന്നുള്ളൊരു തിരിച്ചറിവ് ഒരു പേരൻസിനുണ്ടാകുന്നിടത്താണ് എല്ലാ കാര്യങ്ങളെയും മറ്റൊരു ആംഗിളിൽ കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. വിദ്യകൾ പഠിക്കേണ്ടത് വീടിനകത്ത് നിന്നാണ്. ഓരോ മാതാപിതാക്കളും ഒരു പൊതുവിടത്ത് എങ്ങനെ പെരുമാറണം, തന്നേക്കാൾ മുതിർന്ന ഒരാളുടെ മുമ്പിൽ എങ്ങനെ സംസാരിക്കണം, അധ്യാപകരെ നമ്മൾ എങ്ങനെ കാണണം എന്നിങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടതും പഠിപ്പിക്കേണ്ടതുമൊക്കെ വീടിനകത്താണ്. ചിലപ്പോൾ പറയാം അധ്യാപകർ നല്ല തല്ല് കൊടുക്കാത്തതിനാന്നൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ ഒരു സമയത്തൊരു ക്യാമ്പയിൻ കണ്ടതാണ്. പഴയ വടികൾ അധ്യാപകർക്ക് കൊടുക്കുമെന്ന്. അങ്ങനെ തല്ലി പഠിപ്പിക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. ആ തല്ല് മാതാപിതാക്കൾ വീട്ടിൽ മക്കളെ ചെയ്യൂ. അധ്യാപകർ തൊഴിലാളികളാണ്. അവർ തൊഴിലെടുത്ത് അവരവരുടെ പ്രാഗൽഭ്യം കൊണ്ട് അവർ ജോലി ചെയ്യാൻ വരുന്നവരാണ്.
അവരെ ഇൻസൾട്ട് ചെയ്യാനായിട്ടും അവരുടെ പ്രവൃത്തി മേഖലകളിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാൻ നമുക്ക് നിന്നു കഴിഞ്ഞാൽ മറ്റുള്ള കുട്ടികൾക്ക് വേണ്ടി അവർ സ്വയം മാറേണ്ടതായി വരും. ആ സമയത്ത് ചിലപ്പോൾ ഒരു കുട്ടിയാകാം, അല്ല രണ്ട് കുട്ടിയാകാം, അവരുടെ സ്വഭാവ വൈകല്യങ്ങൾ കൊണ്ട് മറ്റുള്ള കുട്ടികളെയും അതേ കണ്ണുകളിലൂടെ കാണേണ്ടതായിട്ട് വരും. യഥാർത്ഥത്തിൽ നിങ്ങളുടെ വീട്ടിൽ ഒരു കുഞ്ഞു വളർന്നു വരാനായിട്ടും പഠിക്കുന്ന ഒരു കുട്ടി വളർന്നു വരാനായിട്ടുമുള്ള ഒരു സാഹചര്യം നിങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ? 18 വയസ്സ് വരെയുള്ള ഒരു കാലം കുട്ടികളെ അവരവരുടെ വഴികൾ കാണാനായിട്ടുള്ള, ആ വഴികളിലൂടെ സഞ്ചരിക്കാനായിട്ടുള്ള ഒരിടമാക്കി വീടിനെ മാറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള പ്രശ്നങ്ങൾ പല സ്കൂളുകളിലും പലയിടങ്ങളിലും നടക്കുന്നുണ്ട്. അധ്യാപകരായിട്ട് മോശമായി സംസാരിക്കുക, അശ്ലീല ചുവയോടുകൂടിയും കാഴ്ചയിലോടുകൂടിയും അധ്യാപകരെ കാണുക, അവർ തമ്മിൽ ഗോസിപ്പുകൾ ഉണ്ടാക്കുക, കുട്ടികൾ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക. ഇനി വലിയ മാഫിയകളും ഡ്രഗ്സിൻ്റെ മാഫിയകളും ഒക്കെയുണ്ട്. ഇതിനകത്തൂടെയൊക്കെ പോയി കുട്ടികൾ അറിയാതെ കുട്ടികൾക്കിടയിൽ ഇതൊക്കെ പ്രചരിക്കുന്നതിനിടയിൽ മാതാപിതാക്കൾ ഒരിക്കൽ പോലും ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ വരുമ്പോൾ പെട്ടെന്ന് എൻ്റെ കുഞ്ഞൊന്നും അങ്ങനെയൊന്നും ചെയ്യില്ല, എൻ്റെ കുഞ്ഞിനെ എനിക്കറിയാം, ഞാൻ അതുപോലെയാണ് അവനെ വളർത്തുന്നത്. കാരണം അവൻ ആഗ്രഹിക്കുന്ന, അവൻ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ അവൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളെല്ലാം വാങ്ങിക്കൊടുത്ത് ജോലി തിരക്കുകൾക്കിടയിലെ അവരുടെ സ്ട്രെസ്സുകൾ, കുഞ്ഞുങ്ങളുടെ സ്ട്രെസ്സുകൾക്ക് ഇല്ലാതാക്കാൻ വേണ്ടി പണം കൊടുത്ത് ഗാഡ്ജറ്റുകൾ വാങ്ങി കുട്ടികളെ സന്തോഷിപ്പിക്കുന്നതിനിടയിൽ ജീവിക്കാൻ മറന്നു പോകും. ചിലപ്പോൾ അധ്യാപകൻ കുട്ടിയോട് ദേഷ്യപ്പെട്ടിട്ടുണ്ടാകുന്നത് ഒരു ഡിസിപ്ലിൻ്റെ ഭാഗമായിട്ടായിരിക്കാം. ആ ഡിസിപ്ലിൻ കൃത്യമായി പാലിക്കാൻ ആ പ്രായത്തിലുള്ള കുട്ടികൾ നിർബന്ധമായിട്ടും സ്വായത്തമാക്കിയിരിക്കണം. അധ്യാപകനെയും സ്കൂളിനെയും അതിൻ്റെ നിയമങ്ങളെയും കൃത്യമായിട്ട് പാലിക്കാൻ കുട്ടി തയ്യാറാകുന്നില്ല എന്ന് അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ അവൻ വീട്ടിലും അങ്ങനെ തന്നെയാണ് എന്നാണ്. തൻ്റെ മാതാപിതാക്കളെയും അല്ലെങ്കിൽ അപ്പനമ്മമാരെയും ഒന്നും അനുസരിക്കാത്ത ഒരാളാണ് അങ്ങനെയുള്ള കുട്ടികൾ എന്ന് തന്നെ നമുക്ക് കരുതേണ്ടതായിട്ട് വരും. അപ്പോൾ ഇതിന് എന്താണ് പോംവഴി? മാതാപിതാക്കൾ മാത്രമേ ഉള്ളൂ ഇതിനകത്ത് പോംവഴി, അധ്യാപകരെയല്ല. ഞാൻ അധ്യാപകരുടെ ഭാഗത്തു നിന്ന് സംസാരിക്കുന്നതിൻ്റെ ഒരു കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവരും മാതാപിതാക്കളാണ്. അവരവരുടെ കുട്ടികൾക്ക് വേണ്ടി തൊഴിലിടങ്ങളിലേക്ക് ജോലി ചെയ്യാൻ വേണ്ടി പോകുന്നതാണ്. ഞാൻ എന്തുകൊണ്ട് അധ്യാപകരെക്കുറിച്ച് ഞാൻ ഇത്രയും പറഞ്ഞു? അവരും മാതാപിതാക്കളാണ്, അവർക്കുമുണ്ട് കുട്ടികൾ. അവരുടെയും കുട്ടികൾ ഇതുപോലെ സ്കൂളിലും കോളേജിലുമൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഈ കുട്ടികളെയുമൊക്കെ കണ്ടിട്ടാണ് അവരുടെ കുട്ടികളെക്കുറിച്ചിട്ട് സംസാരിക്കുന്നത്, അവരുടെ കുട്ടികളുടെ കാര്യങ്ങളിൽ ഇടപെടുന്നത്. പലപ്പോഴും ഈ പേരൻറ്റിങ് എന്ന് പറയുന്നൊരു കാര്യത്തെക്കുറിച്ചിട്ട് ഒന്നും അറിയത്തില്ലാത്തവരാണ് നമ്മുടെ കേരളത്തിലുള്ള 90% വരുന്ന മാതാപിതാക്കളും. എന്താണ് പേരൻറ്റിങ്? നമുക്ക് ഒരു കവറിനകത്ത് കുറേ മണ്ണും അതിന് വേണ്ടുന്ന വളങ്ങളുമൊക്കെ കൃത്യമായിട്ട് ഒരു ചെടി നട്ടുവെക്കാൻ അറിയാം. ഏത് സമയത്ത് അതിന് പ്രൂണിങ് കൊടുക്കണം, ഏത് സമയത്ത് വെള്ളമൊഴിക്കണം. ഓവർ വെള്ളമായി കഴിഞ്ഞാൽ ചെടി ചീഞ്ഞു പോകും, വേരുകൾ ചീഞ്ഞു പോകും എന്നിങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അറിയാം. സൂര്യപ്രകാശം എത്ര വേണം, എത്ര ഷെയ്ഡ് ഉണ്ടായിരിക്കണം, അതിൻ്റെ പൂവിൻ്റെ കളർ എന്താ ഇങ്ങനെ ഇരിക്കുന്ന, പൂവിൻ്റെ മുകളിൽ എന്തുകൊണ്ടാണ് കറുത്ത ഡോട്ട് വന്നത്, ഇതിനെക്കുറിച്ചിട്ടൊക്കെ മനസ്സിലാക്കാനായിട്ട് കൃത്യമായിട്ട് ചെടികൾ നടുന്ന, ഗാർഡനിങ് നടത്തുന്ന ആളുകൾക്ക് നന്നായിട്ട് അറിയാം. ഇതുപോലെ തന്നെയാണ് ഒരു കുഞ്ഞു വളർന്നു വരുമ്പോൾ ഓരോ ദിവസവും അവൻ്റെ വളർച്ചകളിലൂടെ അവനിലുണ്ടാകുന്ന മാറ്റങ്ങളെ കാണാനും ആ മാറ്റങ്ങളുടെ കാരണം എന്താണെന്ന് മാതാപിതാക്കൾക്കല്ലാതെ അധ്യാപകർക്ക് ഈ 30, 40, 50 പേരിരിക്കുന്ന ക്ലാസ്സിലെ കുട്ടികളെ നോക്കാൻ പറ്റുമോ? പറ്റില്ല. നമ്മൾ മറ്റുള്ളവരെ പഴി പറയുന്നത് നിർത്തിയിട്ട് കുറച്ചുകൂടെ അകക്കണ്ണുകൊണ്ട് നമ്മുടെ ചുറ്റുമൊന്ന് നോക്കാനായിട്ടൊക്കെ ശ്രമിച്ചാൽ എത്ര മനോഹരമാണെന്നൊരു ചിന്തയിലാണ് ഞാൻ ഇത്തരം കാര്യങ്ങൾ ഒന്ന് സംസാരിക്കാമെന്ന് കരുതിയത്. ഒരു കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ആദരിക്കപ്പെടേണ്ടവരാണ് അധ്യാപകർ, അല്ലാതെ അവഹേളിക്കപ്പെടേണ്ടവരല്ല. താങ്ക് യു.